DNA with the help of histone proteins അത് പാക്ക് ചെയ്തിട്ട് ക്രോമാറ്റിൻ ഫൈബർ ആയിട്ട് മാറും. പിന്നീട് ക്രോമാറ്റിൻ ഫൈബർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹയർ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസിന്റെ ഹെൽപ്പോട് കൂടി ക്രോമസോം ആയിട്ട് മാറും എന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ. നമ്മൾ ക്രോമസോംസിനെ നോക്കിക്കഴിഞ്ഞാൽ ക്രോമസോമിനെ സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചില റീജിയൻസ് ഡാർക്ക്ലി സ്റ്റെയിൻഡ് ആയിരിക്കും, ചില റീജിയൻസ് ലൈറ്റ്ലി സ്റ്റെയിൻഡ് ആയിരിക്കും. ഇപ്പൊ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഡാർക്ക്ലി സ്റ്റെയിൻഡ് റീജിയൻസ് ആണ്. These darkly stained regions are called as heterochromatin. Heterochromatin. എന്നാൽ ഈ lightly stained regions നെ നമുക്ക് പറയാം euchromatin. These lightly stained regions are called as euchromatin. ശരിക്കുള്ള chromatin. Euchromatin. ഓക്കെ ആണല്ലോ. എന്താണെന്നറിയുമോ heterochromatin ഇങ്ങനെ ഡാർക്ക്ലി സ്റ്റെയിൻഡ് ആയിരിക്കുന്നത്? ഇവിടെ DNA ഡെൻസ്ലി പാക്ഡ് ആണ്. ഹിയർ DNA ഈസ് ഡെൻസ്ലി പാക്ഡ്. നല്ല കട്ടിക്ക് DNA അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. DNA ഈസ് ഡെൻസ്ലി പാക്ഡ്. അതേസമയം യൂക്രോമാറ്റിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഹിയർ DNA നല്ല ലൂസായിട്ടായിരിക്കും പാക്ക് ചെയ്തിരിക്കുന്നത്. ഹിയർ DNA ഈസ് ലൂസ്ലി പാക്ഡ് ആണ്. DNA ഈസ് ലൂസ്ലി പാക്ഡ്. ഇതിന്റെ വേറൊരു സ്പെഷ്യാലിറ്റി ആണ് യൂക്രോമാറ്റിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ് യൂക്രോമാറ്റിൻ. ഈ റീജിയൻസ് ആർ ഈ ലൈറ്റ്ലി സ്റ്റെയിൻഡ് റീജിയൻസ് യൂക്രോമാറ്റിൻ റീജിയൻസ് ദേ ആർ റിച്ച് വിത്ത് ജീൻസ്. അതിന്റെ ഉള്ളിൽ ജീൻസ് ഒരുപാടുണ്ട്. ദേ ആർ റിച്ച് വിത്ത് ജീൻസ് ആയിരിക്കും. എന്നാൽ ഹെറ്ററോക്രോമാറ്റിക് റീജിയൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ജീൻസ് പുവർ ആണ്. ദേ ആർ പുവർ ഇൻ ജീൻസ് ആയിരിക്കും. ജീൻസ് ആർ പുവർ. അവിടെ ജീൻസ് വളരെ കുറവായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ DNA സ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പോർഷൻ കിട്ടും. ഡാർക്ക്ലി സ്റ്റെയിൻഡ് റീജിയൻസും കിട്ടും, ലൈറ്റ്ലി സ്റ്റെയിൻഡ് റീജിയൻസും കിട്ടും. ഡാർക്ക്ലി സ്റ്റെയിൻഡ് റീജിയൻസ് ആർ കോൾഡ് as heterochromatin. The speciality here DNA is densely packed on. And മാത്രമല്ല ജീൻസ് ഇവിടെ പുവർ ആയിരിക്കും. ഒരുപാട് ജീൻസ് ഒന്നും കാണുന്നില്ല. എന്നാൽ ലൈറ്റ്ലി സ്റ്റെയിൻഡ് റീജിയൻസിനെ വിളിക്കുന്ന പേരാണ് യൂക്രോമാറ്റിൻ. യൂക്രോമാറ്റിന്റെ സ്പെഷ്യാലിറ്റി ഇവിടെ DNA ലൂസ്ലി പാക്ഡ് ആയിരിക്കും, റിച്ച് വിത്ത് ജീൻസ് ആയിരിക്കും. ഇവിടെ ഒരുപാട് ജീൻസ് ഉണ്ടാകും. ഇതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി. ഓക്കെ ആണല്ലോ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അടുത്ത ടോപ്പിക്കാണ് സെർച്ച് ഫോർ ജെനറ്റിക് മെറ്റീരിയൽ. ജെനറ്റിക് മെറ്റീരിയൽ എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ്. ഒരുപാട് സയന്റിസ്റ്റുകൾ ഇങ്ങനെ ജെനറ്റിക് മെറ്റീരിയൽ എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞു. ഫസ്റ്റ് ഒരു റിപ്പോർട്ട് വരുന്നത് ഫ്രെഡറിക് മിഷർ ആണ്. ഫ്രെഡറിക് മിഷർ ന്യൂക്ലിൻ കണ്ടുപിടിച്ചു. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ അസിഡിക് സബ്സ്റ്റൻസ് കാണുന്നുണ്ട്, അതിന് ന്യൂക്ലിൻ എന്നുള്ള പേര് കൊടുത്തു. നമ്മളിങ്ങനെ ഓരോ വർക്കുകളായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു തരാണ്. ജെനറ്റിക് മെറ്റീരിയൽ നമുക്കിപ്പോൾ അറിയാം ജെനറ്റിക് മെറ്റീരിയൽ DNA ആണെന്ന്. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചെന്നുള്ള ഒരുപാട് സയന്റിസ്റ്റിന്റെ വർക്കുകളാണ്. അതിൽ കുറച്ചൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു വരികയാണ്. എല്ലാം ഒന്നും നമ്മൾ പറയുന്നില്ല, കുറച്ചൊക്കെ നമ്മൾ പറഞ്ഞു വരികയാണ്. ഓക്കെ ആണല്ലോ. അതിലൊന്നും ഫ്രെഡറിക് മിഷറിന്റെ കാര്യം പറഞ്ഞു. അത് നമ്മൾ പറഞ്ഞ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളിന്റെ കാര്യം പറയുകയാണ്. ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ഓക്കെ ആണല്ലോ. ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ പറയണം എന്നുണ്ടെങ്കിൽ ചെയ്ത് ഫ്രെഡറിക് ഗ്രിഫിത്ത് എന്ന് പറഞ്ഞ സയന്റിസ്റ്റിന്റെ എക്സ്പെരിമെന്റ് ആയിരുന്നു ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ഓക്കെ. ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് പറയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർമേഷൻ എന്താണെന്ന് പറയണം. ഓക്കെ. ട്രാൻസ്ഫർമേഷൻ എന്താണെന്ന് പറയണം. ട്രാൻസ്ഫർമേഷൻ. ഓക്കെ. ബാക്ടീരിയയുടെ ഒരു എബിലിറ്റിയാണ്. ബാക്ടീരിയക്ക് എൻ്റെ സറൗണ്ടിങ്ങിൽ നിന്നും DNA എടുക്കാൻ കഴിയും. ചില ബാക്ടീരിയക്കുള്ള ഒരു എബിലിറ്റിയാണ്. ബാക്ടീരിയക്ക് എൻ്റെ സറൗണ്ടിങ്ങിൽ നിന്നും DNA അപ്ടേക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. That ability is called as, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ ആണല്ലോ. പ്രോസസ് ഓഫ് അപ്ടേക്കിംഗ് DNA ഫ്രം ഇറ്റ്സ് സറൗണ്ടിങ്. ആര്? ബൈ എ ബാക്ടീരിയം. ഓക്കെ ആണല്ലോ. ഒരു ബാക്ടീരിയം അതിന്റെ സറൗണ്ടിങ്ങിൽ നിന്ന് DNA അപ്ടേക്ക് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഫോർമേഷൻ. അപ്ടേക്ക് ഓഫ് DNA, അപ്ടേക്ക് ഓഫ് നേക്കഡ് DNA. അതിന്റെ ഒപ്പം ഹിസ്റ്റോൺസിനെ ഒന്നും എടുക്കില്ല കേട്ടോ, മറ്റ് പ്രോട്ടീൻസ് ഒന്നും എടുക്കില്ല, DNA മാത്രം. അപ്ടേക്ക് ഓഫ് നേക്കഡ് DNA ഫ്രം ഇറ്റ്സ് സറൗണ്ടിങ് ബൈ എ ബാക്ടീരിയം ഇസ് കോൾഡ് as ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ ആണല്ലോ. അതാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത സയന്റിസ്റ്റ് ആണ് ഫ്രെഡറിക് ഗ്രിഫിത്ത് ആണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് നമുക്ക് പറയാം. അപ്പോൾ ഇതിനു വേണ്ടി ഫ്രെഡറിക് ഗ്രിഫിത്ത് എടുത്ത ഒരു എക്സ്പെരിമെന്റൽ ഓർഗാനിസം ആണ്, ഒരു ബാക്ടീരിയ ആണ്, ഡിപ്ലോകോക്കസ് നിമോണിയ അല്ലെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയ. ഓക്കെ ആണല്ലോ. സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയ. സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയ.
ഇതിനു വേണ്ടി ഫ്രെഡറിക് ഗ്രിഫിത്ത് സെലക്ട് ചെയ്ത ഓർഗാനിസം ആണ് സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയ അല്ലെങ്കിൽ ഡിപ്ലോകോക്കസ് നിമോണിയ എന്ന് പറയാം. സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയ അല്ലെങ്കിൽ ഡിപ്ലോകോക്കസ് നിമോണിയ. ഈ പേര് പോലെ തന്നെ ഇവർ ന്യൂമോണിയ കോസിംഗ് ഓർഗാനിസം ആണ്. ന്യൂമോണിയ ഉണ്ടാക്കുന്ന ഒരു ഓർഗാനിസം ആണ്. ഓക്കെ ആണല്ലോ. അതിന് ന്യൂമോണിയ ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ ആണ് സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയ. ഇപ്പോൾ ഫ്രെഡറിക് ഗ്രിഫിത്ത് ചെയ്ത എക്സ്പെരിമെന്റ് പറയുകയാണ്, ഈ സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയക്ക് 2 സ്ട്രെയിൻസ് ഉണ്ട്. നമുക്ക് ബാക്ടീരിയയൊക്കെ 2 ടൈപ്പ് എന്നല്ല നമ്മൾ പറയുക, 2 സ്ട്രെയിൻസ് ഉണ്ട്, 2 വെറൈറ്റി. ബാക്ടീരിയയുടെ വെറൈറ്റി എന്നൊന്നും നമ്മൾ പറയില്ല, ബാക്ടീരിയയുടെ സ്ട്രെയിൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലെ, ഒരു സ്ട്രെയിൻ ആണ് സ്മൂത്ത് സ്ട്രെയിൻ അല്ലെങ്കിൽ എസ് സ്ട്രെയിൻ ഓർ സ്മൂത്ത് സ്ട്രെയിൻ. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? ഈ ബാക്ടീരിയയുടെ കോളനി, ബാക്ടീരിയ വളർന്നു വരുന്ന കോളനി ആയിട്ടായിരിക്കും. ആ ബാക്ടീരിയൽ കോളനിക്ക് ചുറ്റുമായിട്ട് മ്യൂക്കസ് സെക്രേറ്റ് ചെയ്യും, മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഇവിടെ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യും. മ്യൂക്കസ് എന്ന് അറിയാമല്ലോ, നമ്മുടെ ഈ മൂക്കള പോലൊക്കെയുള്ള സാധനം മ്യൂക്കസ്, ഇതാണ് മ്യൂക്കസ് എന്ന് വിളിക്കുക. അപ്പൊ ആ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യും, അവരെയാണ് നമ്മൾ എസ് സ്ട്രെയിൻ എന്ന് വിളിക്കുക. അപ്പൊ അങ്ങനെ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവർ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും, അപ്പിയറൻസിൽ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. അപ്പൊ ഇവർ എന്ത് ചെയ്യുന്ന അറിയാമോ? നമ്മളുടെ ലങ്സിന്റെ ഉള്ളിൽ പോയി അൽവിയോളൈൻ്റെ ഉള്ളിൽ മ്യൂക്കസ് സെക്രേറ്റ് ചെയ്യും. അങ്ങനെ മ്യൂക്കസ് സെക്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ബ്രീത്ത് ചെയ്യാൻ കഴിയില്ല. നമ്മൾ നല്ല ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും നമുക്ക് ബ്രീത്തിങ് നടക്കാൻ വേണ്ടി. ഗ്യാസ് എക്സ്ചേഞ്ച് അങ്ങോട്ട് നടക്കില്ല. അത് ഓക്സിജൻ നമ്മുടെ ലങ്സിൽ നിന്ന് ബ്ലഡിലേക്കും, ബ്ലഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ലങ്സിലേക്ക് പോകില്ല. അങ്ങനെ ഗ്യാസിന്റെ ഡിഫ്യൂഷൻ നടക്കാതെ വരും. അങ്ങനെ നമ്മൾ മരിച്ചു പോകുന്ന അസുഖമാണ് ന്യൂമോണിയ. ന്യൂമോണിയ ഉണ്ടാക്കുന്ന സ്ട്രെയിൻ ആണ് എസ് സ്ട്രെയിൻ. കാര്യം അതിന് മ്യൂക്കസ് സെക്രേറ്റ് ചെയ്യാൻ കഴിയും. അതാണ് എസ് സ്ട്രെയിൻ അല്ലെങ്കിൽ സ്മൂത്ത് സ്ട്രെയിൻ. എന്നാൽ അപ്പൊ നമുക്ക് പറയാം ഇറ്റ് ഈസ് വിറുലന്റ് എന്ന് പറയാം. ഇത് അസുഖം ഉണ്ടാക്കുന്ന സ്ട്രെയിൻ ആണ് എന്ന് നമുക്ക് പറയാം. വിറുലന്റ് മീൻസ് അസുഖം ഉണ്ടാക്കുന്നതാണ്. പാത്തോജനിക് സ്ട്രെയിൻ ആണ് എസ് സ്ട്രെയിൻ. എന്നാൽ മറ്റൊരു സ്ട്രെയിൻ ആണ് ആർ സ്ട്രെയിൻ. അത് റഫ് ആയിരുന്നു. ആർ സ്ട്രെയിൻ, ആർ മീൻസ് റഫ് ആണ്, അത് സ്മൂത്ത് അല്ല, റഫ് ആയിരുന്നു. കാര്യം എന്നാൽ അവർ മ്യൂക്കസ് സെക്രേറ്റ് ചെയ്യില്ല, മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്തില്ല. അപ്പൊ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ അൽവിയോളൈൻ്റെ ഉള്ളിൽ പോയാൽ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ന്യൂമോണിയ വരികയുമില്ല. ഓക്കെ ആണല്ലോ, അതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി. അപ്പൊ ഇത് നോൺ വിറുലന്റ് ആണ്, ഇവർക്ക് മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല, അങ്ങനെ ന്യൂമോണിയ ഉണ്ടാക്കാൻ കഴിയില്ല, അങ്ങനെ അസുഖം ഉണ്ടാക്കാൻ കഴിയില്ല. അസുഖം ഉണ്ടാക്കാൻ കഴിയില്ല മീൻസ് ഇവർ നോൺ വിറുലന്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ എക്സ്പെരിമെന്റൽ ഓർഗാനിസം സെലക്ടഡ് ബൈ ഫ്രെഡറിക് ഗ്രിഫിത്ത് is Streptococcus pneumoniae. It's also called as Diplococcus pneumoniae. ഇതിൽ 2 സ്ട്രെയിൻസ് ആയിട്ടാണ് കാണുന്നത്. 2 വെറൈറ്റി നമ്മൾ ബാക്ടീരിയക്ക് പറയില്ല, 2 സ്ട്രെയിൻസ് ആയിട്ടാണ് കാണുന്നത്. സ്മൂത്ത് സ്ട്രെയിൻ that is S strain and rough strain that is R strain. Smooth strain is smooth in appearance because it can produce mucus. അങ്ങനെ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നമ്മുടെ ലങ്സിന്റെ ഉള്ളിൽ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കില്ല, അങ്ങനെ ന്യൂമോണിയ വന്ന് മരിച്ചു പോകും. സോ ദിസ് സ്ട്രെയിൻസ് ആർ വിറുലന്റ്. വിറുലന്റ് മീൻസ് ഡിസീസ് കോസിംഗ്. എന്നാൽ ആർ സ്ട്രെയിൻ ഫോർ റഫ് സ്ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ they are rough in appearance because they cannot produce mucus. അതുകൊണ്ട് തന്നെ ഒരു മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് ന്യൂമോണിയ ഉണ്ടാക്കാൻ കഴിയില്ല, ഇവർ ഡിസീസ് ഉണ്ടാക്കില്ല, ബട്ട് നോൺ വിറുലന്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനിയും ഗ്രിഫിത്ത് എന്താണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഗ്രിഫിത്ത് ആദ്യം ഈ എസ് സ്ട്രെയിനെ എടുത്തിട്ട് എലിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു. എസ് സ്ട്രെയിനെ എടുത്തിട്ട് മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? എലിക്ക് ന്യൂമോണിയ വന്നു, എലി ഡൈ, എലി മരിച്ചുപോയി. ഇനി അടുത്തത് ചെയ്തത് ഈ ആർ സ്ട്രെയിനെ എടുത്ത് മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു. നമുക്കറിയാം ആർ സ്ട്രെയിൻ നോൺ വിറുലന്റ് ആണ്, അതുകൊണ്ട് അവിടെ എലി ലൈവായിട്ട് തന്നെ ഇരുന്നു. ഇനി അടുത്ത കേസിൽ ഈ എസിനെ ഹീറ്റ് കില്ല് ചെയ്തു. ഫ്രെഡറിക് ഗ്രിഫിത്ത് ഈ എസ് സ്ട്രെയിനെ ഹീറ്റ് കില്ല് ചെയ്തു, ഹീറ്റ് കൊടുത്തിട്ട് അതിനെ കില്ല് ചെയ്തു. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനത്തെ എടുത്തു, ഹീറ്റ് കിൽഡ് എസിനെ എടുത്തു, ഹീറ്റ് കിൽഡ് എസിനെ എടുത്തു മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു. അപ്പോഴും എന്താണ്? ഹീറ്റ് കിൽഡ് ആണ്, മരിച്ചു പോയവരാണ്, അവർക്ക് അസുഖം ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോഴും എലിക്ക് അസുഖം ഒന്നും വന്നില്ല, എലി ലൈവായിട്ട് തന്നെ ഇരുന്നു. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇവർ ചെയ്ത് ഹീറ്റ് കിൽഡ് എന്നുള്ളതിൻ്റെയാണ്, ഞാൻ അങ്ങ് ഷോർട്ട് ഫോം എഴുതുകയാണ്. ഹീറ്റ് കിൽഡ് എസിനെയും എടുത്തു പ്ലസ് നോർമലായിട്ടുള്ള ആറിനെയും എടുത്തു. ഹീറ്റ് കിൽഡ് എസിനെയും എടുത്തു, നോർമലായിട്ടുള്ള ആറിനെയും കൂടി മിക്സ് ചെയ്തു. മിക്സ് ചെയ്തിട്ട് അവർ മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു. അപ്പൊ നോക്കിയപ്പോൾ മൈസ്
മരിച്ചുപോയി എന്ന് മാത്രമല്ല, ഈ ഡൈഡ് മൈസിൽ നിന്ന്, ഡെഡായ ഈ മൈസിൽ നിന്ന് അയാൾക്ക്, ഈ ഫ്രെഡറിക് ഗ്രിഫിത്തിന് എസ് സ്ട്രെയിനെ ഐസൊലേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഈ ഐസൊലേറ്റഡ് എസ് സ്ട്രെയിൻ. എസ് സ്ട്രെയിനെ ഐസൊലേറ്റ് ചെയ്തു. ഓക്കെ ആണല്ലോ. അപ്പൊ എന്തായിരുന്നു ഫ്രെഡറിക് ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റ് പറയുകയാണ്. അവിടെ ആദ്യം എസ് സ്ട്രെയിനെ എടുത്ത് മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തപ്പോൾ മൈസ് മരിച്ചുപോയി. അടുത്ത ആർ സ്ട്രെയിനെ എടുത്ത് മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തപ്പോൾ മൈസ് മരിച്ചു പോയിട്ടില്ല. കാരണം എസ് സ്ട്രെയിൻ ഈസ് വിർലന്റ്, ഡിസീസ് കോസിങ്, ആൻഡ് ആർ സ്ട്രെയിൻ ഈസ് നോൺ വിർലന്റ്, നോൺ ഡിസീസ് കോസിങ് ആണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഫ്രെഡറിക് ഗ്രിഫിത്ത് ചെയ്തതാണ്, ഈ എസിനെ ഹീറ്റ് കില്ല് ചെയ്തിട്ട് മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു. അപ്പോഴും ഹീറ്റ് കിൽഡ് ആയതുകൊണ്ട് തന്നെ ഇവര് എസ് സ്ട്രെയിൻ മരിച്ചവരായിരുന്നു, ചത്തുപോയവരായിരുന്നു. അതുകൊണ്ട് തന്നെ എലി മരിച്ചു പോയില്ല, എലി ലൈവായിട്ട് തന്നെ ഇരുന്നു. അടുത്ത സ്റ്റെപ്പിൽ ഹീറ്റ് കിൽഡ് എസിനെയും ആറിനെയും കൂടി മിക്സ് ചെയ്ത് മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തപ്പോൾ അയാൾ എന്താണ് പ്രതീക്ഷിച്ചത്? ഹീറ്റ് കിൽഡ് എസിനും അസുഖം ഉണ്ടാക്കാൻ കഴിയില്ല, ആറിനും അസുഖം ഉണ്ടാക്കാൻ കഴിയില്ല. രണ്ട് കേസിലും, ഈ കേസിലും എലി ലൈവായിരുന്നു, ഈ കേസിലും എലി ലൈവായിരുന്നു. അപ്പൊ ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് നോക്കിയതാണ്. ഹീറ്റ് കിൽഡ് എസിനെയും ഈ ആറിനെയും കൂടി കമ്പൈൻ ചെയ്തു, മിക്സ് ചെയ്തു, എന്നിട്ട് എലിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് നോക്കിയപ്പോൾ എലി മരിച്ചു. മാത്രമല്ല, അപ്പോൾ അയാൾ ആ ചത്തുപോയ മൈസിനെ എടുത്ത് എക്സാമിൻ ചെയ്ത് നോക്കിയപ്പോൾ അയാൾക്ക് അതിൽ നിന്നും എസ് സ്ട്രെയിനെ ഐസൊലേറ്റ് ചെയ്തു, ജീവനുള്ള എസ് സ്ട്രെയിനെ കിട്ടി. അപ്പോൾ അയാൾ ശരിക്കും എസ് സ്ട്രെയിനെ കൊടുത്തിട്ടുണ്ടായില്ല, ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിനെയാണ് കൊടുത്തത് അല്ലേ. പക്ഷെ അയാൾക്ക് എന്ത് കിട്ടി? ലാസ്റ്റിൽ ലൈവായിട്ടുള്ള എസിനെ കിട്ടി. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഈ ഹീറ്റ് കിൽഡ് എസിൽ നിന്നും എന്തോ ഒരു സാധനം ഈ ആറിലേക്ക് പാസ് ചെയ്തു പോയി, അങ്ങനെ ആറ് എസ് സ്ട്രെയിൻ ആയിട്ട് മാറി എന്ന് അയാൾക്ക് മനസ്സിലായി. ഹീറ്റ് കിൽഡ് എസിൽ നിന്നും എന്തോ ഒരു സാധനം ആറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു പോയി, എന്നിട്ട് ആറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു പോയി. അങ്ങനെ അതായത് ട്രാൻസ്ഫർമേഷൻ, ആർ സ്ട്രെയിൻ അതിന്റെ സറൗണ്ടിങ്ങിലുള്ള എന്തിനെയോ അപ്ടേക്ക് ചെയ്തു. ആർ സ്ട്രെയിൻ അതിന്റെ സറൗണ്ടിങ്ങിലുള്ള എന്തിനെയോ അപ്ടേക്ക് ചെയ്തിട്ട് എന്തായിട്ട് മാറി? എസ് സ്ട്രെയിൻ ആയിട്ട് മാറി. ഈ പോയ സാധനത്തിന് എന്താണെന്ന് അയാൾക്ക് മനസ്സിലായില്ല. അപ്പൊ അയാൾ അതിന് കൊടുത്ത പേരാണ്, ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്തു, ആറിനെ എസ് ആയിട്ട് മാറ്റി, ആറിനെ എസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്ത ആ സാധനത്തിന് അയാൾ കൊടുത്ത പേരാണ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഒരു പ്രിൻസിപ്പിൾ ഒന്നുമല്ല, സിദ്ധാന്തം ഒന്നുമല്ല. ഇത് ഈ ഹീറ്റ് കിൽഡ് എസിൽ നിന്നും ആറിലേക്ക് പോയ എന്തോ ഒരു സാധനം, അതിന് അയാൾ കൊടുത്ത പേരാണ്, ആ എന്തോ ഒരു പ്രിൻസിപ്പിൾ കമ്പോണന്റ്, അതിന് കൊടുത്ത പേരാണ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ഓക്കെ ആണല്ലോ. ഹീറ്റ് കിൽഡ് എസിൽ നിന്നും ആറിലേക്ക് എന്തോ ഒരു സാധനം ട്രാൻസ്ഫർ ചെയ്തു പോയി, ആ സാധനം ഈ ആറിനെ എസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്തു. അങ്ങനെ ആറിനെ എസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്ത എന്തോ ഒരു അൺനോൺ സാധനം, അതിന് അയാൾ അതിന് കൊടുത്ത പേരാണ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. അല്ലാതെ പ്രിൻസിപ്പിൾ ഒന്നും അല്ല കേട്ടോ, ഇതൊരു സിദ്ധാന്തം ഒന്നുമല്ല, ഇതിനെയാണ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പക്ഷെ അത് എന്താണെന്ന് പ്രൂവ് ചെയ്യാൻ ഫ്രെഡറിക് ഗ്രിഫിത്തിന് കഴിഞ്ഞില്ല. ഇത് DNA ആണോ, RNA ആണോ, പ്രോട്ടീൻ ആണോ എന്നൊന്നും പ്രൂവ് ചെയ്യാൻ ഫ്രെഡറിക് ഗ്രിഫിത്തിന് കഴിഞ്ഞില്ല. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നമ്മൾ അതാണ് പറയാൻ പോകുന്നത്, ഈ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളിന്റെ ക്യാരക്ടറൈസേഷൻ, ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ. ഇത് ബയോകെമിക്കലി എന്താണ്, DNA ആണോ, RNA ആണോ, പ്രോട്ടീൻ ആണോ, എന്താണ് എന്ന് പറയുന്നതാണ് ഇനി അടുത്തത് വരിക. അതാണ് അടുത്ത പറയാൻ പോകുന്നത്, ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ഇത് DNA ആണോ, RNA ആണോ, പ്രോട്ടീൻ ആണോ എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മൾ അടുത്തത് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ഗ്രിഫിത്ത് ആണ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ ആണല്ലോ. എന്താണ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ? ഹീറ്റ് കിൽഡ് എസിൽ നിന്നും ആറിലേക്ക് എന്തോ ഒരു സാധനം ട്രാൻസ്ഫോം ചെയ്തു പോയി, അതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. പക്ഷെ അത് DNA ആണോ, RNA ആണോ, പ്രോട്ടീൻ ആണോ എന്നൊന്നും പ്രൂവ് ചെയ്യാൻ ഫ്രെഡറിക് ഗ്രിഫിത്തിന് കഴിഞ്ഞിരുന്നില്ല. അത് പ്രൂവ് ചെയ്യുന്നത് ഓസ്വാൾഡ് ഏവറി, കോളിൻ മക്ലിയോഡ് ആൻഡ് മക്ലിൻ മക്കാർത്തി എന്ന 3 പേരാണ്. ഓക്കെ ആണല്ലോ. ഓസ്വാൾഡ് ഏവറി, കോളിൻ മക്ലിയോഡ് ആൻഡ് മക്ലിൻ മക്കാർത്തി എന്ന 3 പേരാണ് ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ അത് ചെയ്തത്. അതായത് ഇത് DNA ആണോ, RNA ആണോ, പ്രോട്ടീൻ ആണോ എന്ന് പ്രൂവ് ചെയ്തതാണ്. ഇവരെന്ത് ചെയ്യുന്നത്, ഇവർ ഫസ്റ്റ് ഈ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ഐസൊലേറ്റ് ചെയ്തു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവർക്ക് മനസ്സിലായി ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളിനുള്ളിലുള്ളത് DNA, RNA, പ്രോട്ടീൻ ഇത്രയാണെന്ന് അവർക്ക് മനസ്സിലായി. DNA, RNA, പ്രോട്ടീൻ ഇത്രയാണ് ഈ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളിനുള്ളിൽ ഉള്ളത്.
ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിൽ ഏതോ ഒന്നാണ് ഈ ട്രാൻസ്ഫോം ചെയ്ത് പോയത് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. ഇവർ ആദ്യം ചെയ്താണ് ഈ ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിളിനെ അവർക്കറിയണം DNA ആണോ RNA ആണോ പ്രോട്ടീൻ ആണോ എന്ന് അറിയണം. അതിനുവേണ്ടി ബാക്കി രണ്ടിനെയും അവർ നശിപ്പിച്ചു കളയും. ആദ്യം ഇവർ ചെയ്തത് ഇതിൻ്റെ ഒപ്പം ഈ ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിളിന്റെ ഒപ്പം ഇവര് ഒരു രണ്ട് എൻസൈം മിക്സ് ചെയ്തു. അതായത് ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ DNA പ്ലസ് RNA പ്ലസ് പ്രോട്ടീൻ ആണ്. അതിൽ DNAയും RNAയും നശിപ്പിച്ചു കളഞ്ഞ എൻസൈം യൂസ് ചെയ്തു. ബാക്കിയുള്ളത് പ്രോട്ടീൻ മാത്രമാണ്. ആ പ്രോട്ടീൻ ആണോ ട്രാൻസ്ഫോം ചെയ്ത് പോയെന്ന് അറിയാൻ വേണ്ടി DNA-യും ഉണ്ട് RNA-യും ഉണ്ട് പ്രോട്ടീനും ഉണ്ട്. അവർ DNA-യും നശിപ്പിച്ചു RNA-യും നശിപ്പിച്ചു. DNA നശിപ്പിച്ച് DNase എന്ന എൻസൈം യൂസ് ചെയ്തിട്ട് RNA നശിപ്പിച്ച് RNase എന്ന എൻസൈം യൂസ് ചെയ്തിട്ട് RNA-യും നശിപ്പിച്ചു. ബാക്കിയുള്ളത് പ്രോട്ടീൻ ആണ്. എന്നിട്ട് അവർ ചെക്ക് ചെയ്ത് നോക്കി പ്രോട്ടീൻ ആണോ ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ. അങ്ങനെ അവർ ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കി. ഓക്കെ ആണല്ലോ. അപ്പൊ അവർ ആദ്യം ചെയ്ത് ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിളിന്റെ ഒപ്പം തന്നെ DNase ആൻഡ് RNase യൂസ് ചെയ്തു. DNase മീൻസ് DNA ക്ലീവ് ചെയ്യുന്ന എൻസൈം, RNase മീൻസ് RNA ക്ലീവ് ചെയ്യുന്ന എൻസൈം ആണ്. പിന്നെ ബാക്കിയുള്ള എന്ത് മാത്രമാണ്? പ്രോട്ടീൻ മാത്രമാണ്. എന്നിട്ട് ഇവരിത് എലിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു. ഇവരിത് മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു. നോക്കിയപ്പോൾ മൈസ് ലൈവ് ആയിരുന്നു. ഇവര് ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ പ്ലസ് എസ് സ്ട്രെയിൻ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ആർ സ്ട്രെയിൻ പ്ലസ് ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ പ്ലസ് DNase ആൻഡ് RNase എടുത്തു. അങ്ങനെ എലിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു. എലി ലൈവ് ആയിരുന്നു. കാര്യം എന്തെന്നാൽ ആർ സ്ട്രെയിൻ ഇവിടുന്ന് ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിളിൽ നിന്ന് RNA-യിലേക്കൊന്നും പാസ് ചെയ്ത് പോയില്ല. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവര് ആർ സ്ട്രെയിനിലേക്ക് ഒന്നും പാസ് ചെയ്ത് പോയില്ല. അങ്ങനെ ആർ സ്ട്രെയിൻ എസ് സ്ട്രെയിൻ ആയിട്ട് മാറിയില്ല. അപ്പൊ ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ ഇവിടെ ബാക്കിയുള്ള സാധനം എന്താണ്? പ്രോട്ടീൻ. അങ്ങനെ ഇവര് മനസ്സിലായി പ്രോട്ടീൻ ഈസ് നോട്ട് ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ എന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ ഇവരിൽ നിന്ന് അവർക്ക് കിട്ടിയ കാര്യമാണ് പ്രോട്ടീൻ ഈസ് നോട്ട് ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ. ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ പ്രോട്ടീൻ അല്ല എന്നവര് അവർക്ക് മനസ്സിലായി. ഇനി അടുത്ത സ്റ്റെപ്പിൽ അവർ ഇത് തന്നെ ചെയ്തു. ആർ സ്ട്രെയിൻ പ്ലസ് ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ പ്ലസ് ഇത്തവണ അവരെടുത്തത് DNase പ്ലസ് പ്രോട്ടിയേസ് എടുത്തു. DNA നശിപ്പിച്ചു, പ്രോട്ടീനെ നശിപ്പിച്ചു. ഇനി RNA മാത്രമായിരിക്കും കേസ് ഉള്ളത്. സെക്കൻഡ് കണ്ടീഷൻ അവരെടുത്താണ്. അവർ DNaseും എടുത്തു ആൻഡ് പ്രോട്ടിയേസും എടുത്തു. DNase DNA നശിപ്പിച്ചു കളയും, പ്രോട്ടിയേസ് പ്രോട്ടീനെ നശിപ്പിച്ചു കളയും. പിന്നെ ബാക്കിയുള്ള എന്താണ്? RNA മാത്രമേ ഉള്ളൂ. അവരതിനെ എടുത്ത് മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു. എന്നിട്ട് അവർ നോക്കിയപ്പോഴും അപ്പോഴും മൈസ് ലൈവ് ആയിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ പാസ് ചെയ്ത് പോയ സാധനം RNA-യും അല്ല എന്നവർക്ക് മനസ്സിലായി. അപ്പൊ അവർക്ക് അതിൽ നിന്ന് മനസ്സിലായി RNA is not ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ എന്നവർക്ക് മനസ്സിലായി. ഈ പോയ സാധനം ഈ ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിളിൽ നിന്നും ഇതിലേക്ക് പോയ സാധനം RNA അല്ല എന്നവർക്ക് മനസ്സിലായി. അപ്പൊ ഫസ്റ്റ് കേസിൽ അവർക്ക് മനസ്സിലായി പ്രോട്ടീൻ അല്ല. രണ്ടാമത്തെ കേസിൽ അവർക്ക് മനസ്സിലായി RNA അല്ല. പിന്നെ ഉറപ്പായിട്ടും എന്തായിരിക്കും? DNA ആയിരിക്കും. അവരത് ചെക്ക് ചെയ്ത് നോക്കി. ശരിയാണെന്ന് അറിയാൻ വേണ്ടി അവർ ചെക്ക് ചെയ്ത് നോക്കി. അതിന് RNA-യും പ്രോട്ടീനെയും നശിപ്പിക്കുന്ന എൻസൈം എടുത്തു. പിന്നെ DNA മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആർ സ്ട്രെയിൻ പ്ലസ് ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ പ്ലസ് അവരെടുത്തത് RNA-യും നശിപ്പിച്ചു, RNase-ഉം എടുത്തു ആൻഡ് പ്രോട്ടിയേസും എടുത്തു. RNase-ഉം എടുത്തു, പ്രോട്ടിയേസും എടുത്തു. എന്നിട്ട് ഇവരത് മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു. അപ്പൊ നോക്കിയപ്പോൾ മൈസ് മരിച്ചുപോയി. അങ്ങനെ അവർക്ക് മനസ്സിലായി DNA ആണ്. അപ്പൊ ഇവിടുന്ന് പോയ RNase-ഉം യൂസ് ചെയ്താൽ RNA നശിച്ചു പോകും, പ്രോട്ടിയേസ് യൂസ് ചെയ്താൽ പ്രോട്ടീൻ നശിച്ചു പോകും. പിന്നെ ബാക്കിയുള്ളത് DNA മാത്രമാണ്. ആ DNA ആണോ ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ എന്ന് അറിയാൻ വേണ്ടി അവർ ചെയ്ത് നോക്കിയതായിരുന്നു. എലിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു. അപ്പൊ എലി മരിച്ചുപോയി. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? ഈ ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ അതായത് ആർ സ്ട്രെയിനിലേക്ക് പോയ സാധനം ആർ സ്ട്രെയിനിലേക്ക് പോയിട്ട് ആർ സ്ട്രെയിനെ എസ് സ്ട്രെയിൻ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്ത ആ സാധനം DNA ആണ് എന്നവർക്ക് മനസ്സിലായി. അങ്ങനെ അവർക്ക് മനസ്സിലായി DNA is ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ എന്ന് മനസ്സിലായി. അങ്ങനെ DNA ആണോ RNA ആണോ പ്രോട്ടീൻ ആണോ എന്ന് പ്രൂവ് ചെയ്ത ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ മീൻസ് ആ ഹീറ്റ് ഫീൽഡ് എസിൽ നിന്നും ആറിലേക്ക് പോയ സാധനം അത്
പ്രോട്ടീൻ ആണോ DNA ആണോ RNA ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് ഇവർ 3 പേര്, ഓസ്വാൾഡ് ഏവറി, കോളിൻ മക്ലിയോഡ് ആൻഡ് മക്ലിൻ മക്കാർത്തി. ഇവർ 3 പേരാണ് ഇത് ചെയ്തത്. അപ്പോൾ അവർക്ക് മനസ്സിലായി ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ പ്രോട്ടീനും അല്ല RNAയും അല്ല DNA ആണ് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അവർ ഇങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്തത്. ഓക്കെ ആണല്ലോ. നമ്മൾ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഹെർഷെ ആൻഡ് ചേസ് എക്സ്പെരിമെന്റ്. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ടു പ്രൂവ് ജനറ്റിക് മെറ്റീരിയൽ. അങ്ങനെ ഏവറി മക്ലിയോഡ് മക്കാർത്തി അവർക്കോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രിഫിത്തിനോ ഒന്നും പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്നുള്ള കാര്യം അവർക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പ്രൂവ് ചെയ്ത ആളാണ് 2 സയന്റിസ്റ്റ് ആണ്, ഹെർഷയും ചേസും. അവരുടെ എക്സ്പെരിമെന്റ് ആണ് പ്രൂവ് ചെയ്ത് DNA is ജനറ്റിക് മെറ്റീരിയൽ. അങ്ങനെ ഒരുപാട് കാലം കൊണ്ട് ആൾക്കാർ ഇതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുകയായിരുന്നു. ജനറ്റിക് മെറ്റീരിയൽ എന്താണ്, DNA ആണോ RNA ആണോ പ്രോട്ടീൻ ആണോ എന്നറിയാൻ വേണ്ടി ആൾക്കാർ ഒരുപാട് കാലമായിട്ട് കഷ്ടപ്പെടുകയായിരുന്നു. അങ്ങനെ ഫൈനലി ഹെർഷെ ആൻഡ് ചേസ് ആണ്, അത് ഒരുപാട് ആൾക്കാർ ചേസ് ചെയ്യുകയായിരുന്നു. ജനറ്റിക് മെറ്റീരിയൽ എന്താണ് ജനറ്റിക് മെറ്റീരിയൽ അറിയാൻ വേണ്ടി ചേസ് ചെയ്തിരിക്കുകയായിരുന്നു. ഫൈനലി ഹെർഷെ ആൻഡ് ചേസ് കണ്ടുപിടിച്ചു DNA is ജനറ്റിക് മെറ്റീരിയൽ. അപ്പം മറന്നു പോകരുത്, ചേസ് ചെയ്ത് കുറെ ആൾക്കാർ ചേസ് ചെയ്ത് എന്തിനു വേണ്ടിയായിരുന്നു? DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് അറിയാൻ വേണ്ടി. അപ്പൊ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പ്രൂവ് ചെയ്ത ആരാണ്? ഹെർഷെ ആൻഡ് ചേസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഹെർഷെ ആൻഡ് ചേസ് എന്തിനു വേണ്ടിയുള്ളതാണ്? ടു പ്രൂവ് DNA is ജനറ്റിക് മെറ്റീരിയൽ. അതിന് വേണ്ടിയുള്ളതാണ്. മാറിപ്പോകരുത്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വേറൊരു എക്സ്പെരിമെന്റ് കൂടി പറയും, അത് തമ്മിൽ നിങ്ങൾക്ക് മാറിപ്പോകരുത്, അതിനുവേണ്ടി പറയുന്നതാണ് ഹെർഷെ ആൻഡ് ചേസ്. അതായത് ഇവരിത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഒരുപാട് സയന്റിസ്റ്റ് ചേസ് ചെയ്യുകയായിരുന്നു, ജനറ്റിക് മെറ്റീരിയലിനെ ചേസ് ചെയ്യുകയായിരുന്നു. ഫൈനലി ഹെർഷെ ആൻഡ് ചേസ് ഐഡന്റിഫൈഡ് DNA is the ജനറ്റിക് മെറ്റീരിയൽ. ഓക്കെ ആണല്ലോ. നമ്മൾ ഇനി ഇവരുടെ എക്സ്പെരിമെന്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവരുടെ എക്സ്പെരിമെന്റിന് വേണ്ടി ഇവർ യൂസ് ചെയ്തത് റേഡിയോ ആക്റ്റീവ് സൾഫർ ആൻഡ് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ആണ് ഇവർ യൂസ് ചെയ്തത്. റേഡിയോ ആക്റ്റീവ് സൾഫർ ആൻഡ് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ്. റേഡിയോ ആക്റ്റീവ് സൾഫർ ആയിരുന്നു S35 റേഡിയോ ആക്റ്റീവ് സൾഫർ ആയിരുന്നു S35 ആൻഡ് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ആയിരുന്നു P32. റേഡിയോ ആക്റ്റീവ് സൾഫറും റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസും ആണ് ഇവർ യൂസ് ചെയ്തത്. റേഡിയോ ആക്റ്റീവ് സൾഫർ S35 റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് P32. ഇതിന്റെ എക്സ്പെരിമെന്റിന്റെ ബേസിക് ഐഡിയ ഇതായിരുന്നു. ഇവർ യൂസ് ചെയ്ത എക്സ്പെരിമെന്റിന്റെ ബേസിക് ഐഡിയ ഇതായിരുന്നു. Sulfur is a component of sulfur is present in protein. Sulfur is present in protein but absent in DNA. അതുപോലെ phosphorus is absent in protein and present in DNA. ഇതായിരുന്നു. Sulfur is present in protein but it is absent in DNA and phosphorus is present in DNA and absent in protein. ഇതിന്റെ ബേസിലാണ് ഇവർ സൾഫർ 35ഉം P32ഉം യൂസ് ചെയ്തത്. സൾഫർ 35ഉം ഫോസ്ഫറസ് 32ഉം യൂസ് ചെയ്തത് ഇതിന്റെ ബേസിലാണ്. കാര്യം എന്താണെന്ന് അറിയാമോ? അന്ന് വരെ സയന്റിഫിക് വേൾഡ് വിചാരിച്ചിരുന്നത് DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് സയന്റിസ്റ്റ് വിശ്വസിച്ചിരുന്നത് പ്രോട്ടീൻ ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്നാണ് സയന്റിസ്റ്റ് വിശ്വസിച്ചിരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഹെർഷെ ആൻഡ് ചേസ് ആണ് പ്രൂവ് ചെയ്തത് DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന്. അതിനു മുൻപ് സയന്റിസ്റ്റ് വിശ്വസിച്ചിരുന്നത് പ്രോട്ടീൻ ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്നാണ്. അപ്പൊ ഇവരും ചെയ്ത 2 കാര്യങ്ങളാണ്. പ്രോട്ടീൻ അല്ല ജനറ്റിക് മെറ്റീരിയൽ എന്നും പ്രൂവ് ചെയ്തു. 2 DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്നും പ്രൂവ് ചെയ്തു. അപ്പൊ ഇവരുടെ എക്സ്പെരിമെന്റ് 2 പാർട്ടാണുള്ളത്. ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്യുന്നത് പ്രോട്ടീൻ അല്ല ജനറ്റിക് മെറ്റീരിയൽ എന്നും, സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യുന്നത് DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്നും. കാര്യം അന്ന് വരെയുള്ള വിശ്വാസം അനുസരിച്ച് സയന്റിസ്റ്റ് ഒക്കെ വിശ്വസിച്ചിരുന്നത് പ്രോട്ടീൻ ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്നാണ്. അപ്പൊ അവരത് പ്രൂവ് ചെയ്തു, പ്രോട്ടീൻ അല്ല എന്ന് പ്രൂവ് ചെയ്തു. പിന്നെ എന്തുകൊണ്ടാകുന്നില്ല എന്നൊക്കെയുള്ള കാര്യം പ്രൂവ് ചെയ്തു. രണ്ടാമത്തെ കാര്യമാണ് എന്താണ് ജനറ്റിക് മെറ്റീരിയൽ, DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്നുള്ളൊരു കാര്യവും അവർ പ്രൂവ് ചെയ്തു. ഓക്കെ ആണല്ലോ. ഇതാണ് ഇവർ ചെയ്ത കാര്യം. എന്താണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് അവർ പ്രൂവ് ചെയ്തു. ഇതിന്റെ ബേസിക് ആയിരുന്നു S35 P32 ആണ് യൂസ് ചെയ്തത്. റേഡിയോ ആക്റ്റീവ് സൾഫറും റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസും മാറിപ്പോകരുത്. റേഡിയോ ആക്റ്റീവ് സൾഫർ ആണ് S35, റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ആണ് P32. പിന്നെ സൾഫറും ഫോസ്ഫറസും തന്നെ എടുക്കാനുള്ള റീസൺ ഇതായിരുന്നു. അല്ലെങ്കിൽ നൈട്രജൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നൈട്രജൻ ഈസ് പ്രസന്റ് ഇൻ ബോത്ത് പ്രോട്ടീൻ ആൻഡ് DNA. അതുകൊണ്ട് ഒരിക്കലും നൈട്രജനോ കാർബണോ ഹൈഡ്രജനോ ഓക്സിജനോ ഒന്നും നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ കഴിയില്ല. ഓക്കെ അല്ല കാര്യം ഇവർ രണ്ടിലും കാണുന്നുണ്ട്. അപ്പോൾ പ്രോട്ടീനെയും DNAയും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി എടുത്താണ് സൾഫറും ഫോസ്ഫറസും. അതിന്റെ ബേസിക് ഐഡിയ ഇതായിരുന്നു. സൾഫർ ഈസ് പ്രസന്റ് ഇൻ പ്രോട്ടീൻ ബട്ട് ആബ്സെന്റ് ഇൻ ന്യൂക്ലിക് ആസിഡ്. അതുപോലെ ഫോസ്ഫറസ് ഈസ് പ്രസന്റ് ഇൻ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫറസ് ഈസ് പ്രസന്റ് ഇൻ DNA ആൻഡ് ആബ്സെന്റ് ഇൻ പ്രോട്ടീൻ. ഇതിന്റെ ബേസിലാണ് അവരെടുത്തത്. ഓക്കെ ആണല്ലോ. ഇവർ ചെയ്തത് ഒരു ബാക്ടീരിയോ ഫേജിനെ എടുത്തു. ബാക്ടീരിയോ ഫേജ് എന്താണെന്ന് അറിയാമല്ലോ. ബാക്ടീരിയ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസിനെ വിളിക്കുന്ന പേരാണ് ബാക്ടീരിയോ ഫേജ്. ഇത് ഇവർ ബാക്ടീരിയോ ഫേജിനെ എടുത്തു.
ബാക്ടീരിയോഫേജിനെ രണ്ട് മീഡിയത്തിൽ ഇവർ വളർത്തി. ഇവർ ബാക്ടീരിയോഫേജിനെ സെലക്ട് ചെയ്തു. ബാക്ടീരിയോഫേജിനെ ഇവർ രണ്ട് മീഡിയത്തിലേക്ക് ഇവർ വളർത്തി. ഫസ്റ്റ് മീഡിയം എന്ന് പറയുന്നത് ഇവർ വളർത്തിയത് ബാക്ടീരിയോഫേജിനെ രണ്ട് മീഡിയത്തിലായിട്ട് വളർത്തി. ഫസ്റ്റ് S35 ഉള്ള മീഡിയത്തിലും വളർത്തി. സെക്കൻഡ് വൺ P32 ഉള്ള മീഡിയത്തിലും ബാക്ടീരിയോഫേജിനെ വളർത്തി. ഒരു ബാക്ടീരിയോഫേജിനെ S35 ഉള്ള മീഡിയത്തിലും വളർത്തി, P32 ഉള്ള മീഡിയത്തിലും വളർത്തി. എന്നിട്ട് ഇവർ 3 സ്റ്റെപ്പാണ് നമ്മൾ ഇവർ ചെയ്തത്. 3 സ്റ്റെപ്പായിരുന്നു. ഫസ്റ്റ് വൺ ആണ് ഇതിന് ബാക്ടീരിയോഫേജ് ആണല്ലോ. ഈ ബാക്ടീരിയോഫേജിനെ ബാക്ടീരിയയെ കൊണ്ട് ഇൻഫെക്ട് ചെയ്യിപ്പിച്ചു. ഇതാണ് ഇവർ ചെയ്തത്. ഇൻഫെക്ഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിന് മുമ്പ് ഒരു കാര്യം പറയാം. അപ്പോൾ ഈ ബാക്ടീരിയോഫേജിന്റെ സ്ട്രക്ചർ ഇതാ ഇങ്ങനെ വരും. ഹെർസ്റ്റൈൻസ് എക്സ്പെരിമെന്റ് പറയുകയാണ്. അപ്പൊ അതിൽ ഇവർ യൂസ് ചെയ്ത് ബാക്ടീരിയോഫേജിനാണ് യൂസ് ചെയ്തത്. ബാക്ടീരിയോഫേജിനെ S35 ഉള്ള മീഡിയത്തിലും വളർത്തി, P32 ഉള്ള മീഡിയത്തിലും വളർത്തി. S35 ഉള്ള മീഡിയത്തിൽ വളർത്തിയ ബാക്ടീരിയോഫേജിന് എങ്ങനെയായിരുന്നു? ബാക്ടീരിയോഫേജിന് ആകെ രണ്ട് കമ്പോണന്റേ ഉള്ളൂ. ഒരു പ്രോട്ടീൻ കോട്ടും അതിന്റെ സെൻട്രൽ DNA-യും. ഇത്രയേ ഉള്ളൂ ബാക്ടീരിയോഫേജിന്. പ്രോട്ടീൻ കോട്ടും സെൻട്രൽ DNA-യും. രണ്ട് കേസിലും അങ്ങനെ തന്നെയാണ്. പ്രോട്ടീൻ കോട്ടും സെൻട്രൽ DNA-യും. ഇവിടെ S35 റേഡിയോ ആക്റ്റീവ് S35 വളർത്തി റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് റേഡിയോ ആക്ടിവിറ്റി ആണ് കാണിച്ചിരിക്കുന്നത്. ഇത് എവിടെയും റേഡിയോ ആക്ടിവിറ്റി ഉള്ള സെൽ, റേഡിയോ ആക്ടിവിറ്റി നമ്മൾ റെഡ് കളറിലാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ S35 വളർത്തി. S35 നമുക്കറിയാം സൾഫർ ഈസ് എ കമ്പോണന്റ് ഓഫ് പ്രോട്ടീൻ. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രോട്ടീൻ കോട്ടിന് റേഡിയോ ആക്ടിവിറ്റി കിട്ടി. എന്നാൽ സൾഫർ ഈസ് നോട്ട് എ കമ്പോണന്റ് ഓഫ് DNA. അതുകൊണ്ട് റേഡിയോ ആക്ടിവിറ്റി DNA-ക്ക് റേഡിയോ ആക്ടിവിറ്റി കിട്ടില്ല. ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നത് നോൺ റേഡിയോ ആക്ടിവിറ്റി ആണ് ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ബാക്ടീരിയോഫേജിനെ S35 വളർത്തിയപ്പോൾ അവരുടെ പ്രോട്ടീൻ കോട്ടിൽ റേഡിയോ ആക്ടിവിറ്റി ഉണ്ടായി. കാര്യം സൾഫർ ഈസ് എ കമ്പോണന്റ് ഓഫ് പ്രോട്ടീൻ. അതുകൊണ്ട് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സൾഫർ കൊടുത്തപ്പോൾ അത് പ്രോട്ടീനിലേക്ക് കയറി. ആ റേഡിയോ ആക്ടിവിറ്റി പ്രോട്ടീനിലേക്ക് കയറി. അപ്പോൾ ബാക്ടീരിയോഫേജിന്റെ പ്രോട്ടീൻ കോട്ട് റേഡിയോ ആക്റ്റീവ് ആയിരുന്നു. എന്നാൽ DNA നോൺ റേഡിയോ ആക്റ്റീവ് ആയിരുന്നു. അടുത്ത രണ്ടാമത്തെ കേസിൽ P32 ഫോസ്ഫറസ് 32 വളർത്തിയ ബാക്ടീരിയോഫേജിന്റെ പ്രോട്ടീൻ, നമുക്കറിയാം ഫോസ്ഫറസ് ഇസ് എ കമ്പോണന്റ് ഓഫ് DNA, നോട്ട് എ കമ്പോണന്റ് ഓഫ് പ്രോട്ടീൻ. അപ്പൊ അതുകൊണ്ട് അവരുടെ പ്രോട്ടീൻ കോട്ടിൽ റേഡിയോ ആക്ടിവിറ്റി ഒന്നും തന്നെ കിട്ടിയില്ല. പക്ഷെ അവരുടെ DNA റേഡിയോ ആക്റ്റീവ് ആയി.
ഓക്കെ ആണല്ലോ. ഇനി ഈ ബാക്ടീരിയോഫേജിനെ എടുത്തിട്ട് ഇവർ 3 സ്റ്റെപ്പാണ് ചെയ്തത്. ഫസ്റ്റ് ബാക്ടീരിയ ഇൻഫെക്ട് ചെയ്യിപ്പിച്ചു. ബാക്ടീരിയ ഇൻഫെക്ട് ചെയ്തപ്പോൾ ഇതിന്റെ DNA മാത്രം ബാക്ടീരിയ സെല്ലിന്റെ ഉള്ളിലേക്ക് പോകും. ജെനറ്റിക് മെറ്റീരിയൽ എന്താണോ ആ ജെനറ്റിക് മെറ്റീരിയൽ മാത്രമായിരിക്കും ബാക്ടീരിയക്ക് ഉള്ളിലേക്ക് പോകുക. ആകെ 2 കമ്പോണന്റേ ഉള്ളൂ, DNAയും പ്രോട്ടീനും. ഇതിൽ ജെനറ്റിക് മെറ്റീരിയൽ ഏതാണോ ജെനറ്റിക് മെറ്റീരിയൽ മാത്രം എവിടേക്ക് പോകും, ബാക്ടീരിയക്ക് ഉള്ളിലേക്ക് പോകും. ബാക്കി എല്ലാ പോർഷൻസും വെളിയിലിരിക്കും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പായിരുന്നു, അതാണ് ഇൻഫെക്ഷനിൽ ചെയ്തത്. ബാക്ടീരിയ എടുത്തിട്ട് ഈ ബാക്ടീരിയോഫേജിനെ എടുത്തിട്ട് ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യിപ്പിച്ചു. അപ്പൊ ഇതിന്റെ ജെനറ്റിക് മെറ്റീരിയൽ എന്താണോ അത് ബാക്ടീരിയക്കുള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോയി. പ്രോട്ടീൻ ആണെങ്കിൽ പ്രോട്ടീൻ, DNA ആണെങ്കിൽ DNA. ഏതാണെന്ന് നമുക്കറിയില്ല, അവർക്കും അറിയില്ലായിരുന്നു. അവർ പോകാൻ വേണ്ടി അലോ ചെയ്തു. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പാണ്. അപ്പോൾ ജെനറ്റിക് മെറ്റീരിയൽ മാത്രം ഉള്ളിലേക്ക് പോകും, ബാക്കി എല്ലാ സാധനങ്ങളും ബാക്ടീരിയൽ സെല്ലിന്റെ വെളിയിലായിട്ടുണ്ടാകും. അപ്പൊ രണ്ടാമത് ഇവർ ചെയ്തതാണ് സെക്കൻഡ് സ്റ്റെപ്പാണ് ബ്ലെൻഡിങ്. നമ്മൾ പറഞ്ഞു ജെനറ്റിക് മെറ്റീരിയൽ മാത്രമേ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുകയുള്ളൂ, ബാക്കി ആരും ഉള്ളിലേക്ക് എൻ്റർ ചെയ്യില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അതാണ് നമ്മൾ അടുത്ത പറയുന്നത്. ആ പുറത്തിരിക്കുന്ന ബാക്ടീരിയത്തിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ബ്ലെൻഡിങ്. ജെനറ്റിക് മെറ്റീരിയൽ ഒഴികെ ബാക്കി എല്ലാം സെല്ലിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യും, ജെനറ്റിക് മെറ്റീരിയൽ മാത്രം സെല്ലിന്റെ വെളിയിൽ ഉണ്ടാകും. ആ ജെനറ്റിക് മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ബ്ലെൻഡിങ്. ഓക്കെ ആണല്ലോ. അങ്ങനെ ജെനറ്റിക് മെറ്റീരിയൽ മാത്രം ഉള്ളിലേക്ക് കയറും, ബാക്കി എല്ലാ സാധനങ്ങളും ബാക്ടീരിയയിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആവും. ലാസ്റ്റിൽ നമ്മൾ ചെയ്ത് നോക്കും, ബാക്ടീരിയൽ സെല്ലിന് നമ്മൾ ഈ എൻ്റയർ സൊല്യൂഷനിൽ നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ നടത്തി നോക്കും. കാര്യം ബാക്ടീരിയക്കുള്ളിലേക്ക് കയറിയേക്കുന്ന എന്താണ്, റേഡിയോ ആക്ടിവിറ്റി ഉള്ള ആളാണോ ഇല്ലാത്ത ആളാണോ. നമുക്കറിയാമല്ലോ ജെനറ്റിക് മെറ്റീരിയൽ ആണ് കയറിയിരിക്കുന്നത് അല്ലേ. ഈ കേസിൽ റേഡിയോ ആക്ടിവിറ്റി ഉള്ള ആളാണ് കയറിയെങ്കിൽ അതിന്റെ മീനിങ് പ്രോട്ടീൻ ആണ് ജെനറ്റിക് മെറ്റീരിയൽ. അല്ല, ഈ കേസിൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ് ബാക്ടീരിയ സെല്ലിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തത് എന്നുണ്ടെങ്കിൽ ഈ കേസിൽ DNA ആണ് ജെനറ്റിക് മെറ്റീരിയൽ. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ എന്താണ് ഇൻഫെക്ഷൻ, ബ്ലെൻഡിങ്, സെൻട്രിഫ്യൂഗേഷൻ നടത്തി. കാരണം ഇൻഫെക്ഷൻ കഴിയുമ്പോഴേക്കും ബാക്ടീരിയക്കുള്ളിലേക്ക് ജെനറ്റിക് മെറ്റീരിയൽ എൻ്റർ ചെയ്യും. ആ ജെനറ്റിക് മെറ്റീരിയൽ പ്രോട്ടീൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബാക്ടീരിയക്ക് റേഡിയോ ആക്ടിവിറ്റി കിട്ടും. എന്നാൽ DNA ആണെങ്കിൽ ഇവിടുത്തെ ബാക്ടീരിയക്ക് റേഡിയോ ആക്ടിവിറ്റി കിട്ടില്ല. ഓക്കെ ആണല്ലോ. ജെനറ്റിക് മെറ്റീരിയൽ പ്രോട്ടീൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബാക്ടീരിയക്ക് റേഡിയോ ആക്ടിവിറ്റി കിട്ടും. എന്നാൽ ജെനറ്റിക് മെറ്റീരിയൽ DNA ആണെങ്കിൽ ഇവിടുത്തെ ബാക്ടീരിയക്ക് റേഡിയോ ആക്ടിവിറ്റി കിട്ടില്ല. അതുപോലെ ഇവിടെ ജെനറ്റിക് മെറ്റീരിയൽ പ്രോട്ടീൻ ആണെന്നുണ്ടെങ്കിൽ ബാക്ടീരിയക്ക് റേഡിയോ ആക്ടിവിറ്റി കിട്ടില്ല. അല്ല, ജെനറ്റിക് മെറ്റീരിയൽ DNA ആണെങ്കിൽ ബാക്ടീരിയക്ക് റേഡിയോ ആക്ടിവിറ്റി കിട്ടും. അങ്ങനെ ഇൻഫെക്ഷൻ കഴിഞ്ഞു, ബ്ലെൻഡിങ് കഴിഞ്ഞു, സെൻട്രിഫ്യൂഗേഷൻ കഴിഞ്ഞു. സെൻട്രിഫ്യൂഗേഷൻ കഴിയുമ്പോൾ സെല്ല് ഏറ്റവും താഴെ ആയിരിക്കും വരിക. ബാക്ടീരിയൽ സെല്ല് നല്ല വെയിറ്റ് ഉള്ളതാണോണ്ട് ബാക്ടീരിയൽ സെൽ ഏറ്റവും താഴെ വരും. നമ്മൾ ചെക്ക് ചെയ്യുന്നത് ആ ബാക്ടീരിയൽ സെല്ലിന് റേഡിയോ ആക്ടിവിറ്റി ഉണ്ടോ, റേഡിയോ ആക്ടിവിറ്റി ഉള്ള ആളാണോ പോയത് എന്നാണ് നോക്കുന്നത്. അപ്പൊ ഈ സ്റ്റെപ്പിൽ നമ്മൾ നോക്കിയപ്പോൾ ബാക്ടീരിയൽ സെല്ലിന് റേഡിയോ ആക്ടിവിറ്റി ഇല്ല. നോ റേഡിയോ ആക്ടിവിറ്റി ഇൻ ബാക്ടീരിയൽ സെൽ. നമുക്ക് കിട്ടുന്ന ഏറ്റവും താഴെ ആയിരിക്കും ബാക്ടീരിയൽ സെല്ലിന് കിട്ടുക. ആ ബാക്ടീരിയൽ സെല്ലിന് റേഡിയോ ആക്ടിവിറ്റി ഇല്ല. അതിന്റെ മീനിങ് റേഡിയോ ആക്ടിവിറ്റി ഇല്ലാത്ത സാധനമാണ് ബാക്ടീരിയക്കുള്ളിലേക്ക് കയറിപ്പോയത്. അതായത് റേഡിയോ ആക്ടിവിറ്റി ഉള്ള പ്രോട്ടീൻ ബാക്ടീരിയക്കുള്ളിലേക്ക് എൻ്റർ ചെയ്ത് പോയിട്ടില്ല. അപ്പൊ നമുക്ക് പറയാം ഇവിടെ നിന്ന് അവർ പ്രൂവ് ചെയ്തു, ഈ ഒരു കേസിൽ അവർ പ്രൂവ് ചെയ്താണ് പ്രോട്ടീൻ ഈസ് നോട്ട് ജെനറ്റിക് മെറ്റീരിയൽ എന്നുള്ള കാര്യം അവരിവിടെ വെച്ച് പ്രൂവ് ചെയ്തു. ഇവിടുന്ന് പ്രൂവ് ചെയ്ത കാര്യമാണ് പ്രോട്ടീൻ ഈസ് നോട്ട് ദ ജെനറ്റിക് മെറ്റീരിയൽ. ഇതാണ് അവർ ഈ ഒരു പാർട്ടിൽ നിന്ന് പ്രൂവ് ചെയ്ത കാര്യം. ബാക്ടീരിയൽ സെല്ലിന് റേഡിയോ ആക്ടിവിറ്റി കിട്ടിയില്ല. അപ്പോ റേഡിയോ ആക്ടിവിറ്റി ഇല്ലാത്ത പ്രോട്ടീൻ ആയിരുന്നെങ്കിൽ ബാക്ടീരിയൽ സെല്ലിന് റേഡിയോ ആക്ടിവിറ്റി കിട്ടിയേനെ. അതുകൊണ്ട് പ്രോട്ടീൻ ഈസ് നോട്ട് ദ ജെനറ്റിക് മെറ്റീരിയൽ. ഈ കേസിൽ നോക്കിയോളൂ, ഇവിടെ ബാക്ടീരിയൽ സെല്ലിന് റേഡിയോ ആക്ടിവിറ്റി കിട്ടില്ല. എല്ലായ്പ്പോഴും ബാക്ടീരിയൽ സെല്ലിലായിരിക്കും വെയിറ്റ് കൂടിയതുകൊണ്ട് അടിയിൽ വരിക ബാക്ടീരിയൽ സെല്ലായിരിക്കും. ബാക്ടീരിയൽ സെല്ലിന് റേഡിയോ ആക്ടിവിറ്റി കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പൊ അതാണ്. അപ്പൊ ഇവിടെ റേഡിയോ ആക്ടിവിറ്റി ഉള്ള സാധനമാണ് പാസ് ചെയ്ത് പോയത്. അപ്പൊ ഇവിടെ റേഡിയോ ആക്ടിവിറ്റി ആർക്കായിരുന്നു, DNA-ക്കാണ്. അപ്പൊ ഇവിടുന്ന് പ്രൂവ് ചെയ്തു പ്രോട്ടീൻ ഈസ് നോട്ട് ദ ജെനറ്റിക് മെറ്റീരിയൽ. അപ്പൊ ഇവിടുന്ന് പ്രൂവ് ചെയ്തു ഇവിടെ ബാക്ടീരിയൽ സെല്ലിന് റേഡിയോ ആക്ടിവിറ്റി കിട്ടി. അപ്പൊ ഇവിടെ റേഡിയോ ആക്ടിവിറ്റി ഉള്ള ആർക്കായിരുന്നു, DNA-ക്ക്. അപ്പൊ DNA ഫോസ്ഫറസ്. അപ്പൊ DNA ആണ് ജെനറ്റിക് മെറ്റീരിയൽ എന്നുള്ള കാര്യം ഇവിടെ പ്രൂവ് ചെയ്തു. ഇവിടുന്ന് പ്രൂവ് ചെയ്തു. ഈ ഒരു കേസിൽ പ്രൂവ് ചെയ്താണ് പ്രോട്ടീൻ ഈസ് നോട്ട് ദ ജെനറ്റിക് മെറ്റീരിയൽ. കാരണം ഇവിടെ സെല്ല് നോൺ റേഡിയോ ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ ഇവിടുത്തെ റേഡിയോ ആക്ടിവിറ്റി ഉള്ള ആളല്ല ജെനറ്റിക് മെറ്റീരിയൽ, പ്രോട്ടീൻ അല്ല ജെനറ്റിക് മെറ്റീരിയൽ. ഇവിടുത്തെ കേസിൽ റേഡിയോ ആക്ടിവിറ്റി സെല്ലിന് കിട്ടി. അപ്പൊ റേഡിയോ ആക്ടിവിറ്റി ഉള്ള ആളാണ് ഇവിടുത്തെ ജെനറ്റിക് മെറ്റീരിയൽ. അപ്പൊ പ്രൂവ് ചെയ്യാം DNA ഈസ് ജെനറ്റിക് മെറ്റീരിയൽ എന്നുള്ള കാര്യം ഇവിടെ പ്രൂവ് ചെയ്തു. DNA ഈസ് ജെനറ്റിക് മെറ്റീരിയൽ എന്നുള്ള കാര്യം ഈ ഒരു കേസിൽ പ്രൂവ് ചെയ്തു. ഓക്കെ ആണല്ലോ. ഇതാണ് ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെന്റ്. അങ്ങനെ ഹെർഷി ആൻഡ് ചേസ് പ്രൂവ് ചെയ്ത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രോട്ടീൻ ഈസ് നോട്ട് ദ ജെനറ്റിക് മെറ്റീരിയൽ, ആൻഡ് സെക്കൻഡ് വൺ, DNA ഈസ് ദ ജെനറ്റിക് മെറ്റീരിയൽ. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ്
ഹർഷ്യാൻ ചേസ് പ്രൂവ് ചെയ്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് S35 ആൻഡ് P32. ഇവർ ഇതിനു വേണ്ടി എടുത്തത് ബാക്ടീരിയോഫേജിനാണ് എടുത്തത്. 3 സ്റ്റെപ്പുകളാണ് ഇവർ ചെയ്തത്. ബാക്ടീരിയ ഇൻഫെക്ട് ചെയ്തു, ദെൻ ബ്ലെൻഡിങ് ആൻഡ് സെൻട്രിഫ്യൂഗേഷൻ. ബ്ലെൻഡിങ് എന്തായിരുന്നു? ജനറ്റിക് മെറ്റീരിയൽ മാത്രമേ ബാക്ടീരിയക്ക് ഉള്ളിലേക്ക് പോവുകയുള്ളൂ, ബാക്കി എല്ലാ സാധനങ്ങളും ബാക്ടീരിയൽസിന്റെ ഔട്ട്സൈഡിൽ റിമെയിൻ ചെയ്യും. അതിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ബ്ലെൻഡിങ്. ഫൈനലി സെൻട്രിഫ്യൂജ് ചെയ്തു. സെൻട്രിഫ്യൂഗേഷൻ പറയുമ്പോൾ സാധനങ്ങളെ അവരുടെ ഡെൻസിറ്റിയുടെ ബേസിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് സെൻട്രിഫ്യൂഗേഷൻ. അപ്പോൾ നമുക്കുള്ളത് ആ ബാക്കിയുള്ള ബാക്ടീരിയൽ സെല്ലിനായിരിക്കും എല്ലായ്പ്പോഴും റേഡിയോ ആക്ടിവിറ്റി കൂടുതൽ വരിക, റേഡിയോ ആക്ടിവിറ്റി അല്ല, ഡെൻസിറ്റി കൂടുതൽ വരിക, അതുകൊണ്ട് ബാക്ടീരിയൽ സെല്ലായിരിക്കും ഏറ്റവും താഴെ വരിക. അപ്പോൾ നമ്മൾ നോക്കുന്നു ബാക്ടീരിയൽ സെല്ലിൽ റേഡിയോ ആക്ടിവിറ്റി ഉണ്ടോ എന്ന് മാത്രം നോക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്ത് അങ്ങനെ പ്രൂവ് ചെയ്തു. പ്രോട്ടീൻ ഈസ് നോട്ട് ദ ജനറ്റിക് മെറ്റീരിയൽ ആൻഡ് DNA is the genetic material എന്നുള്ള കാര്യം അങ്ങനെ പ്രൂവ് ചെയ്തു.